ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റു. നമുക്കിന്ന് പാസ്പോർട്ട് ഓഫീസിൽ പോകണം മയാൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ. അപ്പം ഞാനും മയാനും റെഡിയായി. നമുക്ക് 8:45 സ്ലോട്ട് കിട്ടിയത്. അപ്പോൾ നമ്മളവിടെ പെട്ടെന്ന് എത്തണം. പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ്സേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു വേഗം ഇറങ്ങി. ഇതാണ് പയ്യന്നൂർ പാസ്പോർട്ട് ഓഫീസ്. നമുക്ക് ഇവിടെ ഫോൺ അതിൻ്റെ ഉള്ളിൽ അലൗഡ് അല്ല. അപ്പം ഞാൻ ജസ്റ്റ് പുറത്തുള്ള ഒരു ക്ലിപ്സ് എടുത്തുവെന്നേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് 10:30 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഇറങ്ങി. പിന്നെ വീട്ടിലെത്തിയിട്ട് പെട്ടെന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇന്ന് ഞാനും അയാനും എൻ്റെ വീട്ടിൽ പോവുകയാണ്. 12:30 കോയമ്പത്തൂർ ഇൻ്റർസിറ്റിയാണ്. അപ്പോൾ അച്ഛൻ നമ്മളെ കാറിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടുകയാണ്. ഇതാണ് നമ്മുടെ പയ്യന്നൂർ മാള്. അയാന് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരണം. ഇവിടെ മേലെ പ്ലേ ഏരിയ ഉണ്ട്, അവിടെ വരണം. പിന്നെ അവിടുന്ന് ഫുഡ് കഴിക്കണം. അങ്ങനത്തെ കുറേ ആഗ്രഹങ്ങളാണ്. എപ്പോൾ ഇതുവഴി പോകുമ്പോഴും അയാൻ ചോദിക്കും നമുക്ക് മാളിൽ കയറാമെന്ന്. പിന്നെ ഇതാണ് നമ്മുടെ ഒരു തിയേറ്റർ വരുന്നത്. ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ തുടരും മൂവിയൊക്കെ കണ്ടത്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അച്ഛന് ഉള്ളിലൊന്നും കയറിയിട്ടില്ല, പാർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുകയാണ്. അപ്പം ഇത് അയാൻ്റെ ബാഗാണ്. ഈ ബാഗിൽ നിറയെ അവൻ്റെ ടോയ്സും കാര്യങ്ങളിലാണ്. ഒരു വാട്ടർ ബോട്ടിലും ഉണ്ടാവും. ഇത് അവൻ തന്നെ എടുത്തു വെച്ചോളുമല്ലോ. റെയിൽവേ സ്റ്റേഷനിലെത്തിയാൽ പിന്നെ നമ്മുടെ അടുത്തൊരു ചടങ്ങാണ്. അവിടുത്തെ ഷോപ്പിൽ നിന്ന് അയാൻ എന്തെങ്കിലും കഴിക്കാൻ വേണം. അവിടെ എത്തുമ്പോഴേക്കും ഭയങ്കര വിശപ്പായിരിക്കും. അതൊക്കെ വാങ്ങി സെറ്റാകുമ്പോഴേക്കും നമ്മുടെ ട്രെയിൻ വന്നു. ഞാൻ ഇത്തവണ ചെയർക്കാറാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അതിൽ കയറിയപ്പോൾ തന്നെ അയാൻ ഭയങ്കര സന്തോഷമായിരുന്നു. ഒന്നാമത് നമ്മുടെ സീറ്റ് ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിരുന്നു ഉണ്ടായത്. അപ്പോൾ എൻ്റെ അടുത്ത് ഭയങ്കര ഡൗട്ട് വയ്ക്കും, ഇതെന്ത് ഈ ട്രെയിൻ ഇങ്ങനെ ബാക്കോട്ട് പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം പുറത്തൊക്കെ നോക്കിയിരുന്നു. പിന്നെ കളിയൊക്കെ തുടങ്ങി. ബാഗൊന്ന് ഞാൻ പറഞ്ഞില്ലേ ബാഗിൽ കയറിയ ടോയ്സൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവൻ്റെ ഫാനൊക്കെ എടുത്തു. തണുപ്പിൽ അതിൻ്റെ ഉള്ളിലേ തണുപ്പുണ്ട്, എന്നിട്ട് സ്വന്തം ഫാനൊക്കെ യൂസ് ചെയ്ത് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഒരു ട്രെയിനിൻ്റെ എൻജിൻ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനത് കാണണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ അത് നിന്നു. അപ്പോൾ അതിങ്ങനെ നോക്കി നിന്നു. പിന്നെ അതിൻ്റെ മേലെ സംശയം, ഈ ട്രെയിൻ എന്താ ഇങ്ങനെ പോകുന്നത്, അതിൻ്റെ ബാക്കി എവിടെയെന്നൊക്കെ ചോദ്യമായി. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇവിടെ നിൽക്കുക, ഞാൻ നിനക്ക് ഒരു ഫോട്ടോ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ മെല്ലെ വീഡിയോ ആണ് എടുത്തത്. അപ്പോൾ പറഞ്ഞു എൻ്റെ ഷൂ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കായിരുന്നു. പിന്നെ നമ്മൾ ഓട്ടോയിൽ കയറി നമ്മൾ വീട്ടിലേക്ക് പോവാന്ന്. അയാനാണെങ്കിൽ ഈ സമയമാകുമ്പോഴേക്കും ഒന്ന് ഇങ്ങനെ ഉറക്കം വരുന്ന പോലെയായി. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റതാണ്. പിന്നെ തലേദിവസം രാത്രി ഉറങ്ങുമ്പോഴും 12 ആയി. അപ്പോൾ ഇന്ന് പാസ്പോർട്ട് ഓഫീസിൽ പോകുന്നതുകൊണ്ട് എപ്പോഴും എഴുന്നേൽക്കുന്നതിലും നേരത്തെ എഴുന്നേറ്റത്. പിന്നെ ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പം തന്നെ 1:30 കഴിഞ്ഞു. വീട്ടിലെത്തുമ്പോൾ 2 ആയിട്ടുണ്ടാവും. പിന്നെ ഞാൻ വരുന്ന വഴിക്ക് എനിക്ക് പാനൂരെത്തിയാൽ എപ്പോഴും MRIയിൽ എന്തെങ്കിലും വാങ്ങി കഴിക്കണം. അത് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. അതുപോലെ ഇത്തവണയും ഞാൻ അവിടെ കയറിയിട്ട് കുറച്ച് ബേക്കറി ഐറ്റംസ് എല്ലാം വാങ്ങിച്ചു. എനിക്ക് ഇവിടുത്തെ ചിക്കൻ സാൻഡ്വിച്ചൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. അമ്മ പറഞ്ഞു വൈകുന്നേരം ചായക്ക് നല്ല ഇഷ്ടമുള്ള വാങ്ങിക്കുമെന്ന്. അങ്ങനെ കയറിയിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങി. പിന്നെ വീട്ടിലെത്തിയുമ്പോഴേക്കും 2:15 ആയി. ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല. അമ്മയെ വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചോറ് തരാൻ പറഞ്ഞു. അപ്പോൾ ചോറിന് ഇന്ന് ഇതൊക്കെയാണ്: സാമ്പാർ, പയർ വറവ്, മത്തിമുളകിട്ടത്, മീൻ പൊരിച്ചത്, പപ്പടമൊക്കെ. പിന്നെ അതൊക്കെ കഴിച്ചു. വീട്ടിലെത്തിയ പിന്നെ അയ്യൻ്റെ കാര്യമെല്ലാം അമ്മ നോക്കും. അപ്പം ഞാൻ എൻ്റെ ഉച്ചക്കത്തെ ഫുഡും കഴിച്ചു കിടന്നുറങ്ങാൻ പോവാം.